ഇൻസ്പെക്ടർ. സാർ, ശാരീരികമായി ഉപദ്രവം ഉണ്ടാവരുത്. ചോദിച്ചിട്ട് ഉത്തരം പറയുന്നില്ലെങ്കിൽ നന്നായി ഒന്ന് മിരട്ടിയാൽ മതി. അവനൊന്നും സംഭവിക്കാൻ പാടില്ല. മുകളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ സാർ. ജാഫറിന്റെ പോക്കറ്റിൽ ആരൊക്കെയോ ഉണ്ടെന്നർത്ഥം. SP ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? നീ പറയുന്ന മറുപടി ശരിയല്ലാന്ന് തോന്നിയാൽ ഉരുട്ടി കൊന്നുകളയാൻ. എല്ലാം പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ സാർ? നീയും ജാഫറും തമ്മിൽ എന്താ ബന്ധം? ഞാൻ അയാളുടെ സെക്രട്ടറി ആയിരുന്നു. സമർത്ഥരായ എത്രയോ ആളുകൾ വേറെയും പുറത്തുണ്ടല്ലോ. എന്നിട്ടും യാതൊരു മുൻപരിചയവും ഇല്ലാത്ത നിന്നെ സെക്രട്ടറി ആക്കിയതിന് പിന്നിൽ എന്തോ ചില കള്ളക്കളികളില്ലേ അൻവർ? സാർ, സത്യമായി ഞാൻ ജാഫറിന്റെ വലയിൽ കുടുങ്ങിപ്പോയതാണ്. കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും തോട്ടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും വിദേശങ്ങളിലടക്കം സ്വന്തമായുള്ള ജാഫറിന് ഷെയറുകാരെ പേടിച്ച് മുങ്ങിക്കളയേണ്ട ആവശ്യമില്ല. അപ്പോ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു കളിയുണ്ട്. അത് നിനക്കറിയാതിരിക്കാൻ വഴിയില്ല. സാറ് പറഞ്ഞ ഭൂമിയും തോട്ടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും ജാഫറിന്റെ കുറെ നുണക്കഥകളിൽപ്പെട്ട ഒന്ന് മാത്രമാണ്. മനസ്സിലായില്ല? ജാഫറിന്റെ പേരിലുള്ള ആകെ വസ്തുക്കൾ വിറ്റാൽ 5 കോടി പോലും കിട്ടില്ല സാർ. വീടും സ്ഥലവും അടക്കം വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഭാര്യയുടെയോ മറ്റു ബന്ധുക്കളുടെയോ ഒക്കെ പേരില്ല. അത് പിടിച്ചെടുക്കാനും വിൽക്കാനും ഒന്നും ആർക്കും കഴിയില്ല സാർ. നീ ഇപ്പൊ പറഞ്ഞത് ആര് വിശ്വസിച്ചാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ പറയാം സാർ. ടൗണിലെ സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോളജി തലവനും മെഡിക്കൽ കോളേജിലെ പ്രൊഫസറുമായ ഡോക്ടർ ഉണ്ണിത്താൻ ഒരു ദിവസം ഓഫീസിൽ വന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ കമ്പനിയിലെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ അയാളായിരുന്നു. 4 കോടി രൂപ. മാത്രമല്ല, കമ്പനിയിൽ നിന്നും മാസത്തിൽ കിട്ടുന്ന ലാഭം പലരെയും പോലെ അയാളും വാങ്ങിയിരുന്നില്ല. അത് മുതലിൽ ലയിപ്പിക്കുകയായിരുന്നു പതിവ്. ഡോക്ടർ ഇപ്പൊ ചെയ്യുന്നത് വലിയ വിഡ്ഢിത്തായിരിക്കും. 4 കോടി രൂപ 2.5 വർഷം കൊണ്ട് 6 കോടിയിലധികമായി കഴിഞ്ഞു. ഷെയർ പിൻവലിക്കാതെ 2 കൊല്ലം കൂടി കാത്തിരുന്ന 10 കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത്. എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലാഭം വേണ്ടാത്തത് കൊണ്ടല്ല ഷെയർ പിൻവലിക്കുന്നത്. എന്റെ കണക്കുകൂട്ടൽ ശരിയായാൽ 1 വർഷം കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ സംഖ്യ ഞാൻ വീണ്ടും ഇവിടെ നിക്ഷേപിക്കും. ഓക്കെ, എല്ലാം ഡോക്ടറുടെ ഇഷ്ടം. അപ്പോ നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് ഷെയർ പിൻവലിക്കുന്നതിന്റെ 1 മാസം മുമ്പ് അറിയിക്കണമെന്നാണല്ലോ. അതനുസരിച്ച് ഇന്ന് 17-ാം തീയതി, അടുത്ത മാസം 16-ാം തീയതി ഇവിടെ ഒന്ന് കാശ് വാങ്ങിക്കോളും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അൻവർ, പ്ലീസ് കം. സർ, സിറ്റ് ഡൗൺ. എന്താ സർ? ഈ മാസം പ്രതിസന്ധിയുടെ മാസമാണല്ലോ അൻവർ. എന്തു പറ്റി സാർ? ഡോക്ടർ അടക്കം 5-6 ആളുകൾ ഷെയർ പിൻവലിക്കാൻ ഒരുങ്ങുന്നു. എല്ലാവരും കോടികളുടെ നിക്ഷേപകർ. 2 ആഴ്ചക്കുള്ളിൽ ഒരു 10-20 കോടി കിട്ടാൻ എന്താ വഴി? ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റാ പോരെ സർ? ഏയ്, പെട്ടെന്ന് വിറ്റ ഉദ്ദേശിച്ച ലാഭം കിട്ടില്ല. നമുക്ക് നിന്റെ നാട്ടുകാരൻ അഷ്റഫിനെ ഒന്നുകൂടി ഗൾഫിലേക്ക് അയച്ചാലോ? ഗൾഫിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം ഷെയറുകൾ പല പ്രാവശ്യങ്ങളിലായി അഷ്റഫ് പിരിച്ചതല്ലേ? ഷെയറുകളുടെ വരവൊക്കെ ഏകദേശം അവസാനിച്ചു തുടങ്ങിയെന്നാ തോന്നുന്നത്.
ഇനി പുതിയ ബിസിനസ് തുടങ്ങണ്ട. ഉള്ള ബിസിനസ് ഭംഗിയായി നടത്തിക്കൊണ്ടു പോയാൽ മതി. എന്താ നിന്റെ അഭിപ്രായം? ആ, അത് മേ കമിങ്? യെസ്, ഇരിക്കൂ. പെട്ടെന്ന് വിഷയം പറഞ്ഞോളൂ, ഞാൻ അല്പം തിരക്കില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ എനിക്കൊരു വലിയ സംഖ്യ ഷെയർ ഉള്ളത് നിങ്ങൾ മറന്നുപോയോ? 50 ലക്ഷം അല്ലേ? നിങ്ങൾക്കത് വലിയ സംഖ്യ ആയിരിക്കാം, എനിക്കത് വളരെ ചെറിയ സംഖ്യ. അതുപോട്ടെ, വിഷയം പറയൂ. 5 മാസമായിട്ട് ലാഭമൊന്നും കിട്ടുന്നില്ല. അതിന്റെ കാരണം ഒന്ന് അറിയാൻ വേണ്ടി വന്നതാ. 3 വർഷത്തോളം കൃത്യമായി ലാഭം കിട്ടിയിരുന്നില്ലേ? എന്ന് വെച്ചാ ഒരു വർഷം 12 ലക്ഷം. 3 വർഷം കൊണ്ട് 36 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടി, ശരിയല്ലേ? എന്നിട്ടെന്താ നിങ്ങൾ ഈ കമ്പനിയെ വിശ്വാസമില്ലാത്ത പോലെ സംസാരിക്കുന്നത്? അങ്ങനെ പറയരുത്. കുറച്ചു കാലമായിട്ട് ഷെയറുകാർക്കൊന്നും കൃത്യമായ ലാഭം കിട്ടുന്നില്ല എന്നുള്ളൊരു മുറിവുറുപ്പ് പുറത്ത് നടക്കുന്നുണ്ട്. കമ്പനി നഷ്ടത്തിലാണെന്നും ചില സംസാരങ്ങൾ കേൾക്കാനിടയായി. കമ്പനി നഷ്ടത്തിലാണ് പോലും. അസൂയക്കാരുടെ പ്രചരണം. ഏതാനും മാസങ്ങളായിട്ട് വലിയ ഷെയറുകാർക്കൊന്നും ലാഭം കൊടുത്തിട്ടില്ല, ശരിയാണ്. ചില സമയത്ത് ബിസിനസ്സിൽ നേരിടുന്ന പ്രതിസന്ധിയുടെ ഭാഗമാണത്, അല്ലാതെ ബിസിനസിന്റെ തകർച്ചയല്ല. അടുത്ത മാസത്തോടെ ആ പ്രതിസന്ധി തീരും. അന്നേരം കുടിശ്ശിക സഹിതം എല്ലാവരുടെയും ലാഭം കൊടുത്തിരിക്കും. പക്ഷേ എന്നെ വിശ്വാസമില്ലാത്തവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഇന്നു തന്നെ നിങ്ങളുടെ ഷെയർ പിൻവലിക്കണം. ക്യാഷ് ആയിട്ട് വേണോ ചെക്കായിട്ട് വേണോ എന്ന് പറഞ്ഞാൽ മതി. അൻവർ, ഇയാളുടെ ഷെയർ ക്യാൻസൽ ചെയ്തേക്കൂ. എന്നോട് ക്ഷമിക്കണം സാർ, എന്റെ ഷെയർ ക്യാൻസൽ ചെയ്യരുത്. ഒരബദ്ധം പറ്റിപ്പോയതാ. ഓക്കെ. ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് നിങ്ങളെ പിളക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കിവിടെ ഷെയറുള്ള കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ പുറത്താരോടും പറയരുത്. നിങ്ങൾ ഓഫീസ് വരുമ്പോഴൊക്കെ ഇതെന്നെ ഓർമ്മപ്പെടുത്തണമെന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ കൈക്കൂലി വാങ്ങി ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായ ഒരുപാട് പേർക്ക് ഷെയറുണ്ട് ഇവിടെ. അതാരൊക്കെയാണെന്ന് എനിക്കും അവർക്കും മാത്രമേ അറിയൂ. നിങ്ങളുടെ കാര്യം അങ്ങനെ ആയിരിക്കും. ഓ, എന്നാ ശരി. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കുറച്ച് മാസങ്ങളായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ലാഭം കിട്ടാത്തതിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അവർക്ക് ലാഭം കൊടുക്കാത്തത്? ബിസിനസ്സിൽ ലാഭം കിട്ടാത്തത് കൊണ്ടാണോ? നീ തന്ന ഷെയറുകൾക്ക് കൃത്യമായി ലാഭം കിട്ടുന്നില്ലേ? നിന്റെ കെയർ ഓഫിൽ വന്ന ഷെയറുകളുടെ കമ്മീഷനും കൃത്യമായി കിട്ടുന്നില്ലേ? പോരാത്തിന് മാസത്തിൽ ഒരു വലിയ സംഖ്യ ശമ്പളമായി വാങ്ങുന്നുണ്ടല്ലോ, ഇല്ലേ? എന്റെ കാര്യമല്ല സാർ ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ കാര്യം തൽക്കാലം നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ ഓഫീസിൽ ജോലി ചെയ്താൽ മതി. അണ്ടർസ്റ്റാൻഡ്? നിന്റെ പേരിൽ കുറെ പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? കുറെ വ്യാജരേഖകൾ കാണിച്ച് എന്നെ വഞ്ചിച്ചതായിരുന്നു അതെല്ലാം. എന്തേ രണ്ടാക്കൊന്നും പറയാല്ലേ? പ്രസിഡന്റെ, ഞങ്ങളെ മാനം കളയരുത്. ഈ കാര്യം നാട്ടിലറിഞ്ഞാല് പിന്നെ ഞങ്ങളെ അവസ്ഥ പ്രസിഡന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പൈസ ബാങ്ക് തന്നെ ഉണ്ടെന്ന് തൽക്കാലം നമ്മളങ്ങോട്ട് വിചാരിക്ക. ഒരു 5-6 കൊല്ലം കൊണ്ട് ഞങ്ങളത് കുറേശ്ശെ വീട്ടിക്കോളാം. അല്ലെങ്കിലും ഇപ്പൊ ആ പൈസ കൊണ്ട് എത്തിങ്കാനയ്ക്ക് അടിയന്തര ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. അതെ, നിത്യച്ചെലവിനുള്ള വരുമാനം എത്തിങ്ങാനൊക്കെ വേറെ തന്നെ ഉണ്ടല്ലോ. ഇടക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും കാലത്തിനിടക്ക് നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടി? അതിനിപ്പോ ഒരു കൃത്യമായ കണക്കൊന്നുമില്ല. കുറച്ചെന്തോ കിട്ടി. അത് ഞങ്ങൾ രണ്ടാളും കൂടി വീതിച്ചെടുക്കുകയും ചെയ്തു. കുറച്ചെന്ന് പറഞ്ഞാലേ അതിനൊരു കണക്കൊന്നുമില്ലേ? ഒരു 6-7 ലക്ഷം ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ
അത് എത്തിയങ്ങാരുടെ പൈസയുടെ ലാഭം മാത്രമല്ല, ഞങ്ങളെ സ്വന്തം കാശിന്റെ ലാഭം കൂടി അതിൽ പെടും. നിങ്ങൾക്ക് രണ്ടാക്കും വേറെന്തെങ്കിലും പറയണ്ടോ? ദയവ് ചെയ്ത് ഈ കാര്യം പബ്ലിക് ആക്കരുത്. ജാഫർ ഇങ്ങനത്തെ ചതിയനാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ജാഫറിനെ നിങ്ങളൊക്കെ കൂടി ഒരു ചതിയനാക്കിയെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇത്രയും ജനങ്ങൾക്ക് ലാഭം വാരിക്കോരി കൊടുക്കാൻ മാത്രം എന്തെങ്കിലും ബിസിനസ് ജാഫറിനുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പരിശോധിച്ചോ? ഒരാളോട് ഷെയർ വാങ്ങുക, അതിന്റെ പകുതി കൊണ്ട് കുറെ കാലം അയാൾക്ക് തന്നെ ലാഭം കൊടുക്കുക, ബാക്കി പകുതി കൊണ്ട് ആഡംബര ജീവിതം നയിക്കുക. ഇതായിരുന്നു ജാഫറിന്റെ ബിസിനസ്. അവസാനം ഷെയറിന്റെ വരവ് നിന്നു, ജാഫർ മുങ്ങി. ഇത് നമ്മളെ നാട്ടിൽ ആദ്യത്തെ സംഭവ. പക്ഷെ ജനങ്ങൾ പാഠം പഠിക്കൂല. ലാഭം കിട്ടുന്നു കേട്ടാല് വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒക്കെ വിഡ്ഢികളാവണ നാടാത്. അത്തരം വിഡ്ഢികളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാൻ തൽക്കാലം എനിക്ക് നേരല്ല. പിന്നെ നിങ്ങളെ കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ടായാലും നാട്ടിലെ പാവപ്പെട്ടവൻ അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അത് നമുക്ക് വിടാം. യതീങ്ങാനന്റെ 8 ലക്ഷം അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട വിഷയത്തിലേക്ക് വരാം. അതെപ്പ തിരിച്ചു കിട്ടും? രണ്ടാളും വൈകുന്നേരം വരെ മിണ്ടാതിരിക്കാനാ പരിപാടി. പ്രസിഡന്റ്, ഞങ്ങളെ സ്വന്തം കാശും കൂടി പോയ വിഷമത്തിലാ ഞങ്ങള്. അവനവന്റെ സ്വത്തും പണവും സംരക്ഷിക്കേണ്ട ബാധ്യത അവനവന് തന്നെയാണ്. എനിക്കതിലൊരു ഉത്തരവാദിത്വമല്ല. സ്വന്തം കഴിവുകേട് കൊണ്ടോ പണത്തോടുള്ള ആർത്തി കൊണ്ടോ സ്വത്ത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് സ്വന്തം അനുഭവിച്ചാ മതി. പക്ഷെ യതീമക്കളെ സ്വത്തിൽ നിന്ന് ഒരു കടുകുമണി പോലും തെറ്റായ വഴിക്ക് നഷ്ടപ്പെടാൻ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് സമ്മതിക്കൂല. പ്രസിഡന്റ്, ഞങ്ങൾ വീണ്ടും പറയാണ്, നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ മാനം കെടുത്തരുത്. പടച്ചോന്റെ മുന്നിൽ തലതാത്തി നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രണ്ടാളും? അതിനെപ്പറ്റി ഒരു ബോധമല്ല. എന്നിട്ടാ മനുഷ്യന്മാരെ പേടിക്കണത്. ഒരു കാര്യം കൂടി കേട്ടോളി, യതീങ്ങാനന്റെ പൈസ നിങ്ങൾ മുക്കിയത് നാട്ടിലെ പലർക്കും അറിയാം. അറിഞ്ഞോലെ തൽക്കാലം തണുപ്പിച്ച് നിർത്തിയതാ ഞാൻ. തടി കേട് വരാതെ നാട്ടിലിറങ്ങി നടക്കണമെങ്കിലേ ആ 8 ലക്ഷം ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എന്റെ മുന്നില്. കൂട്ടത്തിൽ 2 കത്തും, നിങ്ങളെ രണ്ടാളെയും രാജിക്കത്ത് മതി. നിങ്ങൾ ഭരിച്ചത് അമാനത്ത് കൈകാര്യം ചെയ്യാൻ പറ്റിയ പടച്ചോനെ പേടിയുള്ള ആൾക്കാരുണ്ട് ഈ നാട്ടില്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഇനി മുതൽ അത്തരക്കാര് മതി. തറവാട്ട് മഹിമയും സ്വാധീനമുള്ളവരെ മാത്രം ഈ മാതിരി സ്ഥാപനത്തിന്റെ തലപ്പത്തിരുത്തിയാല് കുറച്ചു കാലം കൊണ്ട് ഇതൊക്കെ നശിച്ചു പോകും. ഒരു കാര്യം കൂടി, അങ്ങാടിക്ക് ഇറങ്ങുമ്പോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ മൂന്തമ്മ കയ്യച്ചാല് വിഷമിക്കണ്ട. നിങ്ങൾ ചെയ്ത തോന്നിയാസത്തിന് ദുനിയാവെന്ന് കിട്ടിയ ശിക്ഷയാണെന്നോ ചെറുപ്പക്കാരുടെ അവിവേകാണെന്നോ കരുതി സമാധാനിച്ചാ മതി. പരാതിയൊക്കെ ഭംഗിയായിട്ടുണ്ട് സാർ. ആരും പരാതിപ്പെടാത്തത് കൊണ്ടാണ് കേസെടുക്കാത്തെന്ന ടി വിക്കാരോട് SP സാർ പറഞ്ഞത്. നിങ്ങൾ എത്രയാണ് നിക്ഷേപിച്ചത്? 1 ലക്ഷം രൂപ. ഏകദേശം എത്ര ലാഭം കിട്ടി? ഒരു 10-60,000 രൂപ കിട്ടിക്കാണു സാർ. അത്രയെങ്കിലും കിട്ടിയല്ലോ, ഭാഗ്യം. ഇനി കേസുമായി മുന്നോട്ട് പോയാൽ വക്കീൽ ഫീസും കോടതി ചെലവുമായി 1000-ഉം 10,000-ഉം ഒക്കെ ഇറക്കിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അതിനുള്ള വകുപ്പുണ്ടോ കയ്യിൽ? സാർ, എന്റെ ആകെക്കൂടെയുള്ള സമ്പാദ്യമായിരുന്നു അത്. ഇനി കേസ് നടത്താനൊന്നും എന്റെ കയ്യിൽ കാശില്ല സാർ. ജാഫറിന്റെ കമ്പനിയിൽ നിങ്ങൾ എത്രയാണ് നിക്ഷേപിച്ചത്? 15 ലക്ഷം. അത്രയും വലിയൊരു തുക നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾക്കെന്താ ജോലി? ഞാൻ വില്ലേജ് ഓഫീസറാണ്. ആഹാ, ജാഫറിന്റെ കെണിയിൽ വീണവരൊക്കെ വിവരമുള്ള മാന്യന്മാരാണല്ലോ. അപ്പോ കേസ് ചാർജ് ചെയ്യാം അല്ലേ? പക്ഷേ ഇത്രയും വലിയ തുക നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് ഗവൺമെന്റ് എൻഫോഴ്സ്മെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കും.
ഉത്തരം പറയാൻ കഴിയോ? ഞാൻ എന്റെ പരാതി പിൻവലിക്കാണ് സാർ. എന്റെ പരാതി ഞാനും പിൻവലിച്ചു സാർ. ഇനി നിങ്ങളുടെ കാര്യം പറഞ്ഞോളൂ. സാർ, ഞാനൊരു ഗൾഫുകാരനാ. NRI അക്കൗണ്ട് വഴി തുക പിൻവലിച്ച ജാഫറിന്റെ കമ്പനിയിൽ നിക്ഷേപിച്ചത്. എത്ര രൂപ? 25 ലക്ഷം. അതിന്റെ മുഴുവൻ രേഖകളും എന്റെ കയ്യിലുണ്ട് സാർ. ഒപ്പിട്ട മുദ്രപത്രം, ബ്ലാങ്ക് ചെക്ക്, ഞങ്ങൾ തമ്മിലുള്ള ഇടപാടിന്റെ എഗ്രിമെന്റ് പേപ്പർ തുടങ്ങിയവയെല്ലാം. ഈ രേഖകൾ കൊണ്ട് എന്ത് പ്രയോജനം? ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ജാഫറിന്റെ പേരിൽ സ്വത്തൊന്നുമില്ല. എല്ലാം ബിനാമിയാണ്. സ്വന്തം പേരിൽ സ്വത്തുള്ള ഒരാൾക്കെതിരിലെ നിങ്ങളുടെ കയ്യിലെ രേഖകൾ കൊണ്ട് പ്രയോജനം കിട്ടും. ഇനി നിങ്ങൾ പറയൂ, എന്തു വേണം? കേസ് ഫയൽ ചെയ്യണോ? വേണം സാർ. ഞാൻ ഏതായാലും ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആ, പൊക്കോ. കുറെ നടന്ന് ബോറടിക്കുമ്പോ പറഞ്ഞാ മതി, പിൻവലിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ സാർ. വരട്ടെ സാർ. സാർ, ഭഗവാനെ, എന്റെ 20 ലക്ഷം പോയപ്പോഴാ യവന്മാരുടെ 2ഉം 3ഉം. പിന്നെ ആകെയുള്ള സമാധാനം SP-യുടെ 50 ലക്ഷം പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറെ വിവാദപരമായ പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും ഉള്ളറകളിലേക്ക് ചെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലുള്ളത്. പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ MD ആയിരുന്ന ജാഫർ, കാണാതായ ജാഫറിന്റെ ബാല്യകാല സുഹൃത്തും പാർട്ണറുമായിരുന്ന ശ്രീ യൂനുസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം ശ്രീ യൂനുസ്. നമസ്കാരം. പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും കുറിച്ച് ഞങ്ങൾ നടത്തുന്ന ഈ പരമ്പര താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ പ്രശ്നത്തിന്റെ, വിവാദത്തിന്റെ ഒരു പര്യവസാനം, അതിന്റെ ഒരു ക്ലൈമാക്സ്, അത് താങ്കളിലൂടെ അറിയാനാണ് പ്രേക്ഷകർക്ക് താല്പര്യമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിച്ചത് ഈ കേസിന്റെ ക്ലൈമാക്സ് ആണോ അതോ ഈ കഥയുടെ ക്ലൈമാക്സ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേസിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇതിനു മുമ്പ് ഒരുപാട് തട്ടിപ്പ് കേസുകളും ഷെയർ തട്ടിപ്പുകളും വിവിധ സാമ്പത്തിക ഇടപാടുകൾ ഉള്ള കേസുകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ഇന്ന് അന്വേഷണത്തിലും കോടതിയിലൊക്കെ കിടക്കുന്നുണ്ട്. അതിലെ പ്രതികൾ ഇന്ന് ഒളിവിലായിട്ടോ തടവിലായിട്ടോ ഒക്കെ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ആ അന്വേഷണങ്ങളും കേസും മറ്റും അതിന്റെ വഴിക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അതിലപ്പുറം ഇതിലിടപെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ഇതിൽ കക്ഷികളായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണിപ്പോൾ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതേസമയത്ത് ഇപ്പോൾ നടന്ന ഈ കഥയുടെ, ഈ ജാഫറിന്റെ പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു പതിപ്പ് ഇന്നലെ നാട്ടിൽ അരങ്ങേറി എന്നാണ് ഞാൻ കേട്ടത്. ആ സംഭവം എന്താന്ന് വെച്ചാൽ, കച്ചവടത്തില് കൃത്യമായിട്ട് ലാഭം കിട്ടിയത് പോകുന്ന എന്റെ പൈസ മുഴുവൻ ജാഫറിന്റെ കമ്പനി കൊണ്ട് ഇടിച്ച ആമുക്കവൻ. അത് മുഴുവൻ പോയേ, ഞാൻ തരാടാ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സംഭവം നാട്ടിൽ വളരെ വൈകാരികമായി ഇടപെട്ടൊരു സംഭവമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പണമെല്ലാം നഷ്ടപ്പെട്ട് പ്രതികരിക്കാൻ കഴിയാതെ നിശബ്ദരായി വിലപിക്കുന്ന ഒരു കൂട്ടരുടെ കാഴ്ചയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു 3-4 പണ്ടങ്ങളെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു വെച്ചത്. കഷ്ടിച്ചിങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുക. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ ഒരു ബന്ധുക്കാരൻ ബന്ധുങ്ങാണ്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആ അടിസ്ഥാനത്തിലൊക്കെ കൊണ്ടുപോയിട്ടു. ഇപ്പോൾ ബന്ധുക്കാരനുമില്ല, പണ്ടുമല്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുക. കേസ് കൊടുത്തിട്ട് എന്താ, കുറെ വക്കീലന്മാർക്ക് തിന്നാൻ കൊടുക്കുക എന്നല്ലാതെ ഇപ്പോൾ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വീടിന്റെ ആധാരം, വീട്ടിൽ കടപ്പാടം വരെ നഷ്ടപ്പെടേണ്ട അവസ്ഥ ഇപ്പം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വീട്ടുകാർ വരെ ഒഴിവാക്കേണ്ട അവസ്ഥ, വീട് ജപ്തി ചെയ്യാനുള്ള അവസ്ഥ വരെ ഉണ്ടായിട്ടുള്ളത്. ആരോടത് പറയാം? എൻ്റെ ആകെയുള്ള പെണ്ണുങ്ങൾ വരെ തെറ്റിപ്പോയി. എൻ്റെ വീട്ടുകാരെല്ലാവരും ഒഴിവാക്കി. ആകെ ഉണ്ടായിരുന്ന ഒരു കടയും പെങ്ങളെ കെട്ടിക്കാൻ വെച്ച കാശും പിന്നെ നാട്ടുകാരിൽ നിന്നൊക്കെ കടം മേടിച്ച കാശും കൂടിയിട്ട് അവന് കൊടുത്തത്. അതൊക്കെ ആയിട്ട് പോയില്ലേ.
ഞാൻ എന്താ ചെയ്യാ? ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ പാസ്പോർട്ടാ. ഇതായിട്ട് വീട്ടിൽ പോയിട്ട് എന്താ കാര്യം? അവിടെ പട്ടിണിയായിട്ട് കുട്ടികൾ, എനിക്കൊന്നും മനസ്സിലാവണില്ല. കുറേ കാലമായി, 10-15 വർഷമായിട്ട് ഇവിടെ കഷ്ടപ്പെട്ട കാശാ. ഇനിയിപ്പോ വീണ്ടും ഇതൊക്കെ ഉണ്ടാക്കി വരികയെന്ന് വെച്ചാ എനിക്ക് വയ്യ, മനസ്സുകൊണ്ട് വയ്യ. ജാഫറും താങ്കളും ബാല്യകാലം മുതലേ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നല്ലോ. ജാഫറിന്റെ ഇന്നത്തെ അവസ്ഥ ഒരുപക്ഷെ താങ്കൾ വിചാരിച്ചാൽ ജാഫറിന്റെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കാമായിരുന്നില്ലേ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്ന ഒരു കഥയാണ്. അതിനെപ്പറ്റി ഞാനിപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയാം. അല്പം കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരാത്ത കാലത്തോളം, അത്തരം ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യൻ എത്താത്ത കാലത്തോളം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളിൽ ഒട്ടനവധി സാമ്പത്തിക തട്ടിപ്പുകൾ അരങ്ങേറിയ ഒരു നാടല്ലേ ഇത്? ഇന്ന് ജാഫർ, നാളെ ജാഫറിന് പകരം മറ്റൊരാൾ രംഗത്ത് വരും. ഒരിക്കൽ ഇത്തരം സാമ്പത്തിക തട്ടിപ്പിൽ കുടുങ്ങി പണം നഷ്ടപ്പെട്ടവർ വീണ്ടും ഇത്തരം വലകളിൽ ചെന്ന് ചാടുന്നതാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ അവസ്ഥ, അത് മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ഏക പോംവഴി. കൈക്കൂലി വാങ്ങിയും അവിഹിത മാർഗത്തിലൂടെയും ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചവർ ഇത്തരം കെണിയിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് വലിയ വേദനയൊന്നുമില്ല. അതേസമയം ഇതിലൂടെ ഒരു ജീവിതമാർഗം തുറന്നു കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ച് ഇത്തരം കെണിയിൽ ചെന്ന് ചാടിയ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. എൻ്റെ നാട്ടിലുള്ളവരും അതിലുണ്ട്. അവരുടെ വേദന പങ്കുവെക്കാൻ ഞാനും നിർബന്ധിതനാണ്. അവരെപ്പറ്റി ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ സങ്കടമുള്ളൂ. ഏതായാലും ശ്രീ യൂനുസ് പറഞ്ഞ പോലെ ഈ കഥക്കൊരു ക്ലൈമാക്സ് ഇല്ല. കേരളത്തിൽ തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും. പാവങ്ങൾ അതിന്റെ കെണിയിൽ വീണുകൊണ്ടേയിരിക്കും. വിലാപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം.